ഓഹരി വിപണിയിൽ കൊണ്ടുപോയി പണം ഇടാനായിട്ട് പ്രധാനമായിട്ട് പേടിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം പൈസ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടിട്ടാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് അത് ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ട്, നമ്മുടെ പണം അവിടെ തന്നെ സുരക്ഷിതമായിട്ടുണ്ടാകും. സെൻസെക്സും നിഫ്റ്റിയും എല്ലാം 500 പോയിന്റ്, 1000 പോയിന്റ്, 2000 പോയിന്റ് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കാണാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാവുന്ന ആരെങ്കിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ആശങ്കയും പേടിയും ഒക്കെ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പൊ കോവിഡ് മഹാമാരിയിൽ സംഭവിച്ചത് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം വളരെ, ഇന്ത്യൻ എക്കണോമി അല്ല ലോകത്തുള്ള എക്കണോമി മൊത്തത്തിൽ തകർന്നപ്പോൾ, ഇന്ന് വരെ ലോകം കാണാത്ത ഒരു പുതിയ മഹാമാരി വന്നപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഇതിന് ശേഷമുള്ള ലോകം, ഇനി മനുഷ്യരാശി തന്നെ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഓഹരി വിപണിയും അതിൻ്റെതായ രീതിയിൽ താഴത്തേക്ക് കൂപ്പുകുത്തി. ഇന്ത്യൻ ഓഹരി വിപണി ഒരു സമയത്ത് കുറച്ച് സമയം നിർത്തി തന്നെ വെക്കുകയുണ്ടായി. കാരണം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നഷ്ടത്തെക്കാളൊക്കെ ഒരുപാട് താഴെ പോയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ആ സമയത്ത് വാരൻ ബഫറ്റ് അഡ്വൈസ് ചെയ്തിട്ടുള്ള, വാരൻ ബഫറ്റിന്റെ സ്ട്രാറ്റജിയിൽ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ആളുകൾ ആർത്തി പിടിച്ച് ഓഹരികൾ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ വിൽക്കുക എന്നാണ്. ആർത്തി പിടിച്ച് ആളുകൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഓഹരി വിപണി കുതിച്ചുയർന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സമയം. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ നിങ്ങൾ വിൽക്കുക എന്നും, ആളുകൾ പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റ് കളയുന്ന സമയത്ത് നിങ്ങൾ അത് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് വാരൻ ബഫറ്റ് നിക്ഷേപകർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം. അത് വളരെ അക്ഷരാർത്ഥത്തിൽ എല്ലാ ആളുകളും പിൻപറ്റേണ്ട ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് കോവിഡ് സമയത്ത് തന്നെയുള്ള ഉദാഹരണം എടുക്കുമ്പോൾ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഓഹരികളുടെ കൂപ്പുകുത്തിയ സമയത്തുണ്ടായിരുന്ന ഓഹരികളുടെ അന്നത്തെ നിലവാരം ഇന്ന് എത്രയോ ഇരട്ടി മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ, ഈ വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരാൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും അതിന്റെ ഒരു 20, 25, 30 ഇരട്ടിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഒരുപാട് സ്റ്റോക്കുകൾ അതിന് ഉദാഹരണമാണ്. SBI അതിന് ഉദാഹരണമാണ്, ഫെഡറൽ ബാങ്ക് അതിന് ഉദാഹരണമാണ്, കല്യാൺ ജ്വല്ലറി അതിന് ഉദാഹരണമാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിന് ഉദാഹരണമാണ്. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്റ്റോക്ക് പോലും അതിന് ഉദാഹരണമാണ്. അതെല്ലാം വളരെയധികം വ്യത്യാസത്തിൽ തിരിച്ച് ഉണർന്നു വന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് ആളുകൾ പരിഭ്രാന്തരായി വിറ്റ് കളയുമ്പോൾ അതൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ നിക്ഷേപിക്കാൻ, നമ്മളുടെ കയ്യിലുള്ള പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും ആളുകൾ ആർത്തിയോടെ വാങ്ങുന്ന ഒരു സമയം വരും, അതിന് കാത്തിരിക്കാം. അപ്പോൾ നമ്മൾക്കത് വിറ്റാൽ നമ്മൾക്ക് മാന്യമായ റിട്ടേണും കിട്ടും. ഇതിനെല്ലാം വേണ്ടത് ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ഐ ആം നിസാമുദ്ദീൻ, ഓതറൈസ്ഡ് പേഴ്സൺ ഫ്രം അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, പ്ലീസ് കോൺടാക്ട് 9846064795. നിങ്ങളുടെ സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്കൊപ്പം എന്നും അക്യുമൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും.